നമസ്കാരം. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നത് കേരളത്തിന്റെ എക്കാലത്തെയും വലിയ പരാതിയാണ്. അതിപ്പോൾ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഒക്കെ അങ്ങനെ തന്നെയാണ്. കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് ഭരിച്ചപ്പോഴും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതെല്ലാ സംസ്ഥാനങ്ങളുടെയും പരാതിയാണ്. കാരണം കേന്ദ്രവിഹിതം വീതിച്ചു കൊടുക്കുമ്പോൾ ചില വ്യക്തി താല്പര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഏത് സംസ്ഥാനത്തിനാണോ കേന്ദ്രത്തിൽ കൂടുതൽ പിടിയുള്ളത് അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് സ്വാഭാവികമാണ്. ചില സംസ്ഥാനങ്ങളുടെയും ചില നേതാക്കളുടെയും ബ്ലാക്ക് മെയിലിങ്ങിനൊക്കെ കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വരും. എന്നാൽ പൂർണ്ണമായും ആരെയും അവഗണിക്കാതിരിക്കുക എന്ന നിലപാട് പലപ്പോഴും കേന്ദ്ര സർക്കാരുകൾ ചെയ്യാറുണ്ട്. മോദി സർക്കാരിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ നിന്ന് ഇപ്പോഴാണ് അവർക്കൊരു MPയെ കിട്ടിയത്, ഒരു MLA പോലുമില്ല. എന്നിട്ടും കേരളത്തെ പൂർണ്ണമായും അവഗണിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. വയനാട്ടിൽ ഒരു മഹാദുരന്തമുണ്ടാകുന്നു, 500ഓളം പേർ മരിച്ചു പോകുന്നു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാവുന്നു. പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ മേൽനോട്ടം വഹിക്കാൻ ഇങ്ങോട്ട് അയച്ചു. വ്യോമസേനയും നാവികസേനയും ഒക്കെ ഇവിടെ വന്ന് സഹായങ്ങൾ ചെയ്തു. മാത്രമല്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ടെത്തി സംഭവങ്ങൾ പരിശോധിച്ചിട്ട് പോയി. പക്ഷേ കേന്ദ്ര സഹായമൊന്നും കിട്ടുന്നില്ല എന്ന് സർക്കാർ പരാതിപ്പെടുന്നു. കോടതിയിൽ കേസുമായി പോകുന്നു. ഹൈക്കോടതി ഗൗരവമായി കേസെടുക്കുന്നു. ഹൈക്കോടതിയിലേക്ക് ഇരുഭാഗങ്ങളുടെയും വാദം വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വാദവും സംസ്ഥാന സർക്കാരിന്റെ വാദവും. അങ്ങനെ വന്നപ്പോ കേന്ദ്രം പറയുന്നു, ഞങ്ങൾ 153 കോടി രൂപ കൊടുത്തിട്ടുണ്ട്, അവരത് ഉപയോഗിക്കാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യും? കേരളം പറയുന്നു തെറ്റാണ്, ഈ 153 കോടി രൂപ ഉപാധികളോടെയാണ്. ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ സമിതിയുടെ കൈവശമുള്ള 782 കോടിയുടെ പകുതിയെങ്കിലും ഉപയോഗിച്ചാലേ കേന്ദ്രത്തിന്റെ ഉപയോഗിക്കാൻ കഴിയൂ. കോടതി പറഞ്ഞു, നിങ്ങൾ ചുമ്മാ കണക്ക് വെച്ച് ഞങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കരുത്. ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസും പറഞ്ഞു, നിങ്ങൾ കണക്ക് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിക്കാൻ ഇറങ്ങരുത്, നിങ്ങൾ കാര്യം പറയൂ എന്ന് കോടതി തുറന്നു പറയേണ്ടി വന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞ് കേസ് മാറ്റിവെച്ചു. വാസ്തവത്തിൽ പിണറായി സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് എന്നതിന്റെ തെളിവാണിത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വയനാട് ദുരന്തത്തിന്റെ പേരിൽ മാത്രം നാട്ടുകാർ കൊടുത്ത 782 കോടി രൂപയുണ്ട്. ആ പണം അവർ തൊട്ടിട്ടില്ല. അത് തൊടാതിരിക്കുന്നത് എന്തിനെ എന്ന ചോദ്യത്തിനാണ് ആദ്യം അവർ ഉത്തരം പറയേണ്ടത്. അത് കയ്യിൽ വെച്ചുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേന്ദ്രം കൊടുക്കേണ്ടത് മൊത്തം ചെലവ് എത്രയാണോ അതിവിടെ എത്ര ലഭിക്കുമോ അതിന്റെ ഒരു വിഹിതമാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പണമെല്ലാം ഞങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കും. ഭാവിയിൽ ഞങ്ങളുടെ ഉടവൂർ വിജയന്മാരും രാമചന്ദ്രന്മാരും മരിച്ചുപോയ അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കാനും അവരുടെ കടം എഴുതി തള്ളാനുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് തരൂ എന്ന നിലപാടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഒരു അവധാനത കാട്ടിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വിശദീകരണം കൊടുക്കേണ്ടി വരും. ഇത്ര കാലമായിട്ടും 782 കോടി രൂപ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ബാങ്കിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ പലിശ വാങ്ങുന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് വയനാട്ടിലെ മനുഷ്യരുടെ വേദന ഒപ്പാൻ കണ്ണീരൊപ്പാൻ ശ്രമിച്ചില്ല എന്ന് കോടതി പറയേണ്ടി വരും. അതിനിടയിൽ കേരളത്തിലെ 23 MPമാർ, രാജ്യസഭ MPമാർ അടക്കം 23 MPമാർ അവർക്ക് പുതുതായി നേതാവായി കിട്ടിയ പ്രിയങ്ക ഗാന്ധിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അമിത്ഷായെ കാണാൻ പോയി. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ MP ആണ്. ഇനി വയനാടിന്റെ മാത്രമല്ല സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ MP ആയിരിക്കും. തെക്കേ ഇന്ത്യയിൽ പ്രിയങ്കയും വടക്കേ ഇന്ത്യയിൽ രാഹുലും എന്ന സ്ട്രാറ്റജി ആയിരിക്കും കോൺഗ്രസിനെ എടുക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും കേരളത്തിലെ MPമാരുടെ നേതാവായി പ്രിയങ്ക ഗാന്ധി മാറി. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും ഏറ്റവും രാഷ്ട്രീയ പരിചയം കുറഞ്ഞ ആളുമാണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണല്ലോ. പ്രിയങ്ക ആയതുകൊണ്ട് അമിത്ഷാ അപ്പോൾ തന്നെ അപ്പോയിന്റ്മെന്റും കൊടുത്തു. അമിത്ഷാ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കേരളത്തെ ഇങ്ങനെ തള്ളിക്കളയരുതേ, വയനാട്ടിലെ ദുരന്തത്തിന് പരിഹാരമുണ്ടാക്കണമേ എന്ന അപേക്ഷയും കൊടുത്തു. അമിത്ഷാ അപ്പോൾ തന്നെ തീരുമാനമുണ്ടാക്കാം എന്ന് പറഞ്ഞു വിട്ടു. അമിത്ഷാ പിറ്റേ ദിവസം തന്നെ ഒരു കത്തയക്കുകയാണ്. പരസ്യമായി ആ കത്തയച്ചു. കത്തിൽ പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എത്തി എല്ലാ സഹായ വാഗ്ദാനവും നൽകി. അപ്പോൾ അയക്കാവുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തു. എന്നിട്ട് മോദി പിണറായി വിജയനോട് പറഞ്ഞു, നിങ്ങളൊരു പ്രപ്പോസൽ തരൂ, എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര രൂപ വേണം ഇനി ഈ നാടിനെ പൂർവ്വസ്ഥിതിയിലാക്കാൻ, ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. 3.5 മാസം അനങ്ങിയില്ല പിണറായിയുടെ ഉദ്യോഗസ്ഥ കൂട്ടരും. 3.5 മാസം അനങ്ങിയില്ല. നവംബർ പകുതിയായപ്പോഴാണ് ഒടുവിൽ 2219 കോടി രൂപ വേണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തു. നവംബർ പകുതിയായപ്പോ. ഇപ്പോഴെത്ര ഡിസംബർ തുടങ്ങിയതേ ഉള്ളൂ. അതായത് സർക്കാർ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് 2 ആഴ്ച തികയുന്നതിന് മുൻപ് കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് കോടതി കേസും കൊടുത്ത് തെരുവിലിറങ്ങി ബഹളം വെക്കാൻ തുടങ്ങി. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ വെണ്ടയ്ക്ക നിരത്താൻ തുടങ്ങി. അത് സർക്കാരല്ലേ, ഇതൊക്കെ ഇത് പരിഗണിക്കുകയും പരിശോധിക്കുകയും വേണ്ടേ? ഈ ഒരു ചോദ്യമാണ് അമിത്ഷാ ചോദിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ പ്രിയങ്ക ഗാന്ധി പോയി അമിത്ഷായി ഒന്ന് ചൊറിഞ്ഞതാണ്. അമിത്ഷാ തിരിച്ചു ചൊറിഞ്ഞപ്പോ അത് മാന്തലായി മാറിയത് പിണറായിക്കാണെന്ന് മാത്രം. ഇതിനുത്തരം പറയേണ്ടി വരും.
കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രപ്പോസൽ കൊടുക്കാൻ കഴിഞ്ഞോ? ആദ്യം അതിനുത്തരം പറയണം. 2, ഈ പ്രപ്പോസലിന് എന്ത് അടിത്തറയാണുള്ളത്? നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസൽ എന്ന് പറയുന്നത് ഒരാളുടെ മൃതദേഹം അടക്കാൻ 75,000 രൂപ, നിങ്ങൾ 75,000 രൂപ കൊടുക്കും, 10,000 രൂപയാണ് കൊടുക്കുന്നത്. നിങ്ങൾ മരിച്ചവരുടെ കണക്ക് കാണാതെ പോയവരെ കൂടി ഉൾപ്പെടുത്തിയിരിക്കും. നിങ്ങൾ അവർക്ക് കൊടുക്കുമോ? കൊടുക്കില്ല. അവിടെ വോളണ്ടിയേഴ്സിന് കാശ് മുടക്കി, ലൈറ്റ് അടിച്ചു നോക്കി, ജനറേറ്റർ ഓണാക്കി നോക്കി, അവർക്ക് ഭക്ഷണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് നുണക്കഥകൾ എഴുതിയാണ് നിങ്ങൾ പ്രപ്പോസൽ കൊടുത്തി. അതൊക്കെ പരിശോധിക്കണം. ആ പരിശോധിച്ച് അതിലെ അമിതമായ ചെലവുകൾ ഒഴിവാക്കണം. എന്ന് മാത്രമല്ല, ഇതെല്ലാം ഒഴിവാക്കിയതിനു ശേഷം സംസ്ഥാന സർക്കാർ പിരിച്ചിരിക്കുന്ന കാശ് കൂടി ഒഴിവാക്കിയാൽ 1 രൂപയും കേന്ദ്രം തരേണ്ടി വരില്ല. 780 കോടി രൂപ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കുന്നു. വീട് ആർക്കും നിർമ്മിച്ചു കൊടുക്കണ്ടല്ലോ, സ്ഥലം കൊടുത്താൽ പോരെ. സകല വീടുകളും ആവശ്യത്തിന് കാശ് മുടക്കി സൗകര്യങ്ങളോടെ നിർമ്മിക്കാമെന്ന് പറഞ്ഞ ആളുകൾ ക്യൂ നിൽക്കുക. വീട് വെച്ച് തരാമെന്ന് പറഞ്ഞവരെ നിങ്ങൾ ഗവനിക്കുന്നുണ്ടോ? നിങ്ങൾ ഗവനിക്കുന്നില്ല. നിങ്ങൾ അവരോട് പോയി പണി നോക്കാനാ പറയുന്നത്. കാരണം ആരെങ്കിലും വീട് വെച്ചു കൊടുത്താൽ ചിക്കിലി കിട്ടില്ല, സർക്കാരിന്റെ പോക്കറ്റ് കമ്മീഷൻ വരില്ല, ഊരാളുകൾ സൊസൈറ്റിക്ക് പണിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം ഇട്ട് തട്ടുക, എന്നിട്ട് നിങ്ങൾ കേന്ദ്രത്തെ പഴി പറയുക. പക്ഷെ എന്തായാലും കൃത്യമായ മറുപടി അമിത്ഷാ കൊടുത്തിട്ടുണ്ട്. പിണറായി ഇരട്ടത്താപ്പും കേന്ദ്ര അവഗണന എന്ന കള്ളക്കഥയും പൊളിച്ചെടുക്കാൻ അമിത്ഷായ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്.